ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ശനിയാഴ്ചയാണ്. ഞാൻ ആരൻ്റെ നിർബന്ധപ്രകാരം ഒരു ചിക്കൻ സ്റ്റൂവും പാലപ്പവും ഇൻസ്റ്റൻറ്റ് പാലപ്പപ്പൊടി വാങ്ങിച്ച് പാലപ്പവും ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്തതാണ്. വെളിച്ചെണ്ണ ചൂടായപ്പം പച്ചമുളകും ആദ്യം നമ്മളുടെ ഗരം മസാലയൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി, അത് കഴിഞ്ഞ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ സവാളയും ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഡാൽഡയിൽ എപ്പോഴും നല്ലത് കേട്ടോ, വെളിച്ചെണ്ണയും ഡാൽഡയാണ് എപ്പോഴും സ്റ്റൂവിന് നല്ലത്. അതിന് ശേഷം കുറച്ച് പൊട്ടറ്റോ ചെറിയ ആക്കിയിട്ടു. പിന്നെ ആവശ്യത്തിന് ചിക്കൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ചിക്കൻ ഇട്ടു. പിന്നെ സെക്കൻഡ് തേങ്ങാപ്പാൽ അതുകൂടെ ഇട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് മൂടി വെച്ച് വേവിക്കണം. എപ്പോഴും നമുക്ക് സ്റ്റൂവിന് ഡാൽഡ നല്ലത് കേട്ടോ, സൂപ്പറാണ്. ഞാൻ പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് ഡാൽഡ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ കുറേ എടുത്ത് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് ഉടച്ച് അതിനകത്ത് ചേർക്കണം. നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടും. കുറച്ചേറെ എടുത്തങ്ങ് അങ്ങനെ ചെയ്യണം. ഞാനിപ്പം കോൺഫ്ലോറോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നട്ട്സ് അരച്ചോ ഒന്നും ചേർക്കുന്നില്ലേ, കാരണം ഇരിക്കത്തില്ല, അഴുക്കായിപ്പോവും. തക്കാളിയാണെങ്കിൽ പോലും നമ്മളൊത്തിരി ചേർത്തിട്ട് ഇരിക്കുന്ന കറിയാണെങ്കിൽ അധികം ചേർത്താൽ അഴുക്കാവും. പക്ഷേ എനിക്ക് തക്കാളി ഇല്ലാതെ പറ്റത്തുമില്ല, അതുകൊണ്ട് തക്കാളി ഇട്ടു. പക്ഷേ കോൺഫ്ലോറും നട്ട്സും ഒന്നും അരച്ച് ചേർത്തില്ല, കാരണം 2 ദിവസം ഇരിക്കേണ്ട കറിയാണ്. ഇന്നും നാളെയൊക്കെ കഴിക്കേണ്ടിയായതുകൊണ്ട് ഞാൻ നാളെ ചർച്ചയിൽ പോകുന്നതുകൊണ്ട് ഇതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് അവന് ഉണ്ടാക്കി കൊടുത്തേക്കാൻ ആഗ്രഹമല്ലേ എന്ന് ഓർത്ത്. ലാസ്റ്റ് നമ്മൾ നെയ്ക്കകത്താണ് ഈ നട്ട്സും മുന്തിരിയും വറുത്തിടേണ്ടിയത്. പക്ഷേ ഞാൻ നെയ്യില്ലായിരുന്നു കേട്ടോ, അത് കാരണം വെളിച്ചെണ്ണയിൽ തന്നെ അങ്ങ് ചെയ്തു. നട്ട്സും മുന്തിരിയും കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് പാലൊഴിച്ച് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. നട്ട്സും മുന്തിരിയും നെയ്ക്കകത്ത് വറുത്തിടണം. സൂപ്പർ ടേസ്റ്റ്, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. സ്റ്റൂവിന് മസ്റ്റ് അത് കേട്ടോ, നെയ്ക്കകത്ത് വേണം. ഞാൻ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്തു. സൂപ്പർ കറിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം അതാണ് കഴിച്ചത്, പാലപ്പവും സ്റ്റൂവും കൂടെ. ഇത് മേളിനിങ്ങനെ നിരത്തി വയ്ക്കുക. ലാസ്റ്റ് ഇച്ചിരി പുതിനയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടെ അങ്ങ് ഇട്ട് മൂടി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ നേരം എടുക്കുക. നല്ല കുറുകിയിരിക്കും. ഇതാണ് ഇൻസ്റ്റൻറ്റ് പാലപ്പമാണ്, നല്ല കുറുകിയില്ലേ. അപ്പം എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.